പിന്നെ പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് വന്നപ്പോ കണ്ടല്ല ആ പൊടി പറയേണ്ട കാര്യമില്ല. കാരണം പക്ഷെ ഇത് തുറന്നപ്പോ ഇതുവഴി പൊടിയകത്ത് കയറും. പിന്നെ ഈ വെയിലായി കഴിഞ്ഞാൽ നേരിട്ട് നോക്കുമ്പോൾ കുറച്ചു നേരം ഇത് വെച്ച് ഓടിച്ചിട്ട് നമ്മളത് മാറ്റം നമുക്കറിയാം അതിന്റെ ഒരു ബുദ്ധിമുട്ട് ആദ്യമേ. പക്ഷെ അത് നമുക്ക് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള ലെവലിലാണ്. ഈ വെയിലത്ത് ഇങ്ങനെ നോക്കുന്നതിനെക്കാട്ടി നല്ലത് കണ്ണടിച്ച് നോക്കുമ്പോൾ ചെറിയൊരു തണുപ്പ്. ഇപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് വിശാഖപട്ടണം റൂട്ടിലോട്ടാണ്. ഏകദേശം 250 കിലോമീറ്റർ കഴിഞ്ഞാണ് വിശാഖപട്ടണം. പിന്നെ നമ്മളിന്ന് ഹാൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാത്രി നമുക്ക് ഉറങ്ങാനായിട്ട് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു 550 കിലോമീറ്റർ കഴിഞ്ഞിട്ട് വിജയവാഡ എന്ന് പറയുന്നത് ഓടിയെത്തണം. ഇന്ന് വിജയവാഡ ഏറ്റവും കൂടുതൽ ഓടുന്നത് ഇന്നായിരിക്കും അല്ലേ? 550 കിലോമീറ്റർ. നമ്മൾ ഇന്നലെ 500 കിലോമീറ്റർ. അപ്പൊ ഇന്നൊരു 50 കിലോമീറ്റർ കൂടെ അധികം ഓടാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. സമയം രാവിലെ 8:08. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ നല്ലൊരു കട നോക്കി വണ്ടി നിർത്തി. ഇഡ്ഡലിയും വടയും ചമ്മന്തിക്കറിയൊക്കെ ഉണ്ട്. ഇന്നത്തെ ദിവസം മുതൽ പൂരിക്ക് വിട പറഞ്ഞു. ഇനി മുതൽ നമുക്ക് ഇഷ്ടം പോലെ സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ കിട്ടും. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ചായയും കുടിച്ച് ഒരു 15 മിനിറ്റ് ഇരുന്ന ശേഷമാണ് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയത്. 2 ദിവസം വേറെ എല്ലാ സ്റ്റേറ്റും നമുക്ക് ഒരു ദിവസം ഓടിയെത്താം. ബീഹാർ ആയാലും ഒരു ദിവസം എടുത്തോളല്ലോ. ഒഡീഷയിൽ ഒന്ന് എടുത്തോളാം. ഇത് എത്ര ഓടിയാലും തീരാത്തൊരു സ്റ്റേറ്റാണ് ആന്ധ്ര. പിന്നെ ഉള്ള കണക്ക് നമുക്ക് ഈ പശുവിന്റെ ഒന്നും ബുദ്ധിമുട്ടില്ല ഇവിടെ. ആന്ധ്രയിൽ കുഴപ്പമില്ല. ഒഡീഷ ജാർഖണ്ഡാണ് നമ്മള് കയറ്റമൊക്കെ കയറി ചെല്ലുമ്പോഴായിരിക്കും 7 ടൺ ഫ്രണ്ടിൽ കയറി ഒന്നും ചെയ്യാക്കൂല. പച്ചപ്പിന്റെ അയ്യര് കളി അല്ലേ? ഒരു കേരളത്തിന്റെ അതേയാണ്. എനിക്കും കേരളത്തിനും ഇത്രയും പച്ചപ്പില്ലെന്ന് ഇത്ര ഇപ്പൊ ഇല്ല. ഇവിടത്തെ കൃഷിയാണ്. പിന്നെ റോഡിന്റെ സെന്ററിലെല്ലാം പൂവെല്ലാം വെച്ച് പിടിപ്പിച്ച് നമ്മൾ കണ്ടൊന്നും പറയുന്നുണ്ട്. പുല്ലിട്ട് വെട്ടാനായിട്ട് കറക്റ്റ് ആ സമയത്ത് ആൾക്കാർ വരും. ഇതിപ്പോ വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും ഒരു കയറ്റം കണക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ ഇത് സത്യത്തിൽ ഇറക്കമാണ് അല്ലേണ്? രാത്രിയാണെങ്കിൽ നമുക്ക് അറിയാവുന്നില്ല കയറ്റമാണ് ഇറക്കമാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നില്ല. അതെ, ഇറക്കമാണ്. നമ്മളിപ്പോ ഇറക്കമാണ് കയറ്റം കയറി. നമ്മളിപ്പോ ഹൈ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇറക്കത്തിലാണ്. പക്ഷെ നമുക്ക് കാഴ്ചയിൽ കയറ്റം കണക്കാണ് തോന്നുന്നത്. വിശാഖപട്ടണം 51, കൊണട 38. അതേ ഉള്ളു കുടി. നോക്കട്ടെ. തലവാറ്